ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോഡ്. എല്ലാ മക്കൾക്കും ഒരിക്കൽ കൂടി എജുപോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് ഈ പറയുന്ന തംബ്നെയിൽ കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പറയുന്ന എക്കണോമിക്സ് ടഫാണെന്ന്. അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞുതരാം, ഞാൻ 5 വർഷമായിട്ട് എജുപോഡിലുണ്ട്. ഓക്കെ, 5 ഇയേഴ്സ്. ഓക്കെ, ഈ 5 വർഷമായിട്ട് എജുപോഡിലുണ്ടാകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ തവണ എന്നോട് കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ ആദ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ചോദിച്ചു ചോദ്യം എക്കണോമിക്സ് ടഫാണോ എന്ന്. അത് എവിടുത്തെ അറിയോ? +1 അല്ല, മെയിനായിട്ട് അവർ ചോദിക്കുന്നത് +2 എക്കണോമിക്സ് ടഫാണെന്ന് അവർ ചോദിക്കാറുള്ളത്. ഓക്കെ, ആക്ച്വലി നിങ്ങളുടെ ചോദ്യം ഇത് തന്നെയാണ്, എക്കണോമിക്സ് ടഫാണെന്ന് ചോദിക്കാറുണ്ട്. ഇത് +1 ആണെന്ന് ചോദിക്കാറുണ്ട്, +2 ആണെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ പേരും ചോദിക്കുന്നത് +2ലേക്ക് എത്തുമ്പോഴാണ് ചോദിക്കാറുള്ളത്. ആക്ച്വലി നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പറയുന്ന എക്കണോമിക്സ് ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഞാൻ എൻ്റെ മറുപടി വരാം. ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെയല്ല, എക്കണോമിക്സിന് കുറച്ച് വ്യത്യസ്തത ഉണ്ട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ സാധാരണ മുൻപരിചയമില്ലാത്ത ഒരു വിഷയമാണ് എക്കണോമിക്സ്. ഒന്നാമത്തെ കാര്യം ഇതാണ്, നമുക്ക് ഇതുവരെ മുൻപരിചയമില്ലാത്ത വിഷയമാണ് എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എക്കണോമിക്സിൽ നമുക്ക് ഒരേ സമയം 2 പുസ്തകങ്ങളായിരിക്കും മിക്കവാറും പഠിക്കാനുണ്ടാവും. അത് +1-ലാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി എന്ന് പറഞ്ഞിട്ടും സ്റ്റാറ്റി എന്ന് പറഞ്ഞിട്ടും, ഒന്ന് തിയറി ആണെങ്കിൽ ഒന്ന് മാത്സ് ആണെന്ന് നമുക്ക് പറയാം. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് +2ലേക്ക് എത്തുകയാണെങ്കിലോ അവിടെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എന്ന് പറഞ്ഞിട്ടും, ഒന്ന് ചെറിയ രീതിയിലും മറ്റൊന്ന് വലിയ രീതിയിലും, ഇങ്ങനെയായിരിക്കും പഠിക്കാനുണ്ടാവുക. മൂന്നാമത്തെ കാര്യം കഴിഞ്ഞ് ഇനി നാലാമത്തെ കാര്യം എന്താണ്, ഇത് പഠിക്കേണ്ട രീതി പലർക്കും അറിയില്ല. എങ്ങനെ എക്കണോമിക്സ് പഠിക്കേണ്ടത്? മിക്കവാറും പേര് ചെയ്യുന്ന കാര്യം, ഇത് ഇങ്ങനെ വായിച്ചു പോകുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. എക്കണോമിക്സിൻ്റെ മാത്രം പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം, വേറെ ഒന്നുമല്ല. നമുക്ക് ഒരുപാട് പഠിക്കാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്നാമത്തെ ചാപ്റ്റർ വായിച്ചു തുടങ്ങി നമ്മളൊരു ട്രാക്കിലായി എന്ന് വിചാരിക്കുക. അങ്ങനെ വായിച്ച് പോകുമ്പം തീർച്ചയായിട്ടും എന്താണ്, ഒന്നാമത്തെ പാഠം പഠിച്ചു, പിന്നെ രണ്ടാമത്തെ പാഠം പഠിച്ചു, മൂന്നാമത്തെ പാഠം പഠിച്ചു എന്ന് നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ പോവുകയായിരിക്കും. ഇങ്ങനെ പോകുന്ന വഴിയിലെത്തുന്ന സമയത്ത് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ എത്തി എന്ന് വിചാരിക്കാം. അവിടുന്ന് അഥവാ നമ്മൾ ഒന്നാമത്തെ പാഠത്തിലേക്ക് തിരിച്ചു വരുമ്പം അപ്പം നമുക്ക് തോന്നും, ഇയാളെ ഞാൻ മുൻപ് കണ്ടിട്ടില്ലല്ലോ, ഇയാളൊക്കെ ആരാന്ന് നമുക്ക് തോന്നും. യാരടാ നീങ്കയല്ലാന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. ആ ഒരു അവസ്ഥയ്ക്ക് എത്തും. അതായത് നിങ്ങളിനി നേരെ ഈ ചാപ്റ്ററിലേക്ക് തിരിച്ചു വന്നാൽ ഇതായിരിക്കും അവസ്ഥ. അതായത് പഠിച്ചു വരുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ പെട്ടെന്ന് മറന്നു പോകും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു ലെവലാണ് എന്തിനുള്ളത്, നമ്മുടെ എക്കണോമിക്സിനുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ എനിക്കിവിടെ തൊട്ട് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാനിത് വെറുതെ പറഞ്ഞതല്ല, കഴിഞ്ഞ കുറേ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇതാണ് എക്കണോമിക്സ് പഠിക്കുമ്പോഴാകുന്ന മെയിൻ പ്രശ്നങ്ങൾ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ടഫായിട്ട് മാറുന്നതും, അത് മാത്രമല്ല കൂടുതൽ കുട്ടികൾ തോൽക്കുന്ന വിഷയമായിട്ട്. ഓക്കെ, മോസ്റ്റ് ഫെയിൽഡ് സബ്ജക്റ്റ്, ഇതൊരു പുരസ്കാരമായിട്ടല്ല തോന്നുന്നത്, എനിക്ക് ഭയങ്കര ഒരു അവഹേളനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരേ സമയം ടഫ് ആവാനും മോസ്റ്റ് ഫെയിൽഡ് ആവാനുള്ള കാരണങ്ങൾ ഈ 5 എണ്ണമാണ്. ഈ ഒരു 5 കാര്യങ്ങളാണുള്ളത്. ഇനി നിങ്ങൾ +2 മാത്രം ഫോക്കസ് ചെയ്യാണ്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. +2 നമ്മുടെ +2 എക്കണോമിക്സ് ടഫാണ് നമ്മളോട് എല്ലാവരും ചോദിക്കാറുണ്ട്. ആക്ച്വലി +2 എക്കണോമിക്സ് ടഫാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടഫാണ്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി അതിൽ നോക്കും, ഒന്നാമത്തെ കാര്യം നമുക്ക് 2 പുസ്തകങ്ങൾ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ പുസ്തകം നമ്മൾ പറഞ്ഞു, 2 പുസ്തകങ്ങൾ പഠിക്കാനുള്ളതിൽ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ 2 പുസ്തകങ്ങളുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷം 2 പുസ്തകമുണ്ട്. ഏതാണ്? +1 ഇന്ത്യൻ എക്കോണമി, സ്റ്റാറ്റി ഉണ്ട്. പക്ഷെ അതുമായിട്ട് യാതൊരുവിധ ബന്ധമല്ലാത്ത, അല്ലേ, നോ റിലേഷൻ വിത്ത്. ഓക്കെ, അതായത് ബന്ധം മുറിച്ചിട്ട പോലെ, നോ റിലേഷൻ വിത്ത് +1, അല്ലേ. നോ റിലേഷൻ വിത്ത് +1 പറഞ്ഞാൽ എന്താ, ബാക്കി എല്ലാ സബ്ജക്റ്റും എന്തായിരിക്കും, +1 പഠിച്ചതുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം ഉണ്ടാവും. പക്ഷേ ഇവിടെ യാതൊരുവിധ ബന്ധമില്ല. അതായത് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ, മൈക്രോ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തോന്നും മൈക്രോ ഭയങ്കര ഈസി ആയിട്ട് തോന്നും, നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ, മൈക്രോ ഈസിയാണ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താ പറയുക, ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ പഠിച്ചപ്പോൾ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ മൈക്രോൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈക്രോയിലാണ് ഞാൻ ആദ്യം പറഞ്ഞ കേസ്. അഥവാ നമ്മൾ പഠിച്ചു പോകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം പഠിച്ചൊക്കെ മറക്കും, പിന്നെ അത് റിവൈസ് ചെയ്യുമ്പം അതിൻ്റെ മുൻപ് പഠിച്ച് മറക്കും. ഇങ്ങനെ മറന്നു പോകുന്നൊരു സംഭവമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മൾ മൈക്രോ എക്കണോമിക്സ് പഠിക്കേണ്ടത് ലോജിക്ക് വെച്ചിട്ടാണ് പഠിക്കേണ്ടത്. നമ്മുടെ ലോജിക്ക് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. ലോജിക്കലായിട്ട് നമ്മൾ പഠിച്ചാലേ ഇത് തലയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആരായാലും ഇത് മറന്നു പോകുന്നില്ല കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് മൈക്രോയിൽ നമ്മൾ തിയറീസും കാര്യങ്ങളൊക്കെ ചെറുത് പഠിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ ക്വസ്റ്റ്യൻസ് പരീക്ഷ വരുന്ന എപ്പോഴും എന്തായിരിക്കും, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. ഇപ്പോൾ ഉദാഹരണം വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഒരു ഡിമാൻഡ് കർവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഡിമാൻഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കാം. ഡിമാൻഡ് കർവിൽ നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ വേൾഡ് കപ്പ്, ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാഭാവികമായിട്ടും ടി വിയിൽ OTT കണക്ഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ OTT കണക്ഷനോ അല്ലെങ്കിൽ ടി വിയിൽ കേബിളിൽ ഈ പറഞ്ഞിരിക്കുന്ന ചാനലിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് കൂടുതലുണ്ട്, അല്ലേ. അപ്പോൾ ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ട നിയമമാണ് നമുക്കറിയാം, ലോ ഓഫ് ഡിമാൻഡ് ആണോ?
അല്ല, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്ന പഠിച്ചത്. പക്ഷേ ഇതുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ ഏതോ ഒരു കണക്ഷൻ ഉണ്ടല്ലേ? അപ്പോൾ ഇതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ലൈഫിലെ കാര്യങ്ങൾ വെച്ചിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ മിക്കവാറും പേരും മിക്കവാറും സബ്ജക്റ്റ് പഠിച്ചിട്ടുള്ള ഈ രീതിയിലായിരിക്കും. അതായത് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ബിസിനസ് സ്റ്റഡീസിൽ പഠിക്കുന്ന പോലെയോ കാണാപ്പാഠം പഠിക്കാൻ ഇവിടെ ഒന്നുമില്ല. കാണാതെ പഠിച്ചു പോകാൻ ഇവിടെ ഒന്നുമില്ല. കാരണം ബൈ ഹാർട്ട് ലേണിംഗ് കൊണ്ട് ഇവിടെ ഒരു കാര്യമില്ല. കാരണം എന്താ, കാണാതെ പഠിച്ചിട്ട് അത് അതുപോലെ ക്വസ്റ്റ്യൻ വരും, അതുപോലെ എഴുതിയേക്കാൻ നമുക്കൊരു നിർവാഹവും ഇല്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എന്ത് ചെയ്തത്, ഈ 3 കാരണങ്ങൾ കിട്ടിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ ഇത് തോറ്റു പോയെന്നുള്ള കാര്യം. ഇനി അടുത്ത കാര്യം കൺഫ്യൂഷനാണ് നമുക്ക് മെയിനായിട്ട് ഉണ്ടാവുക. എങ്ങനെ അറിയാം കൺഫ്യൂഷൻ വരാം? ഒന്ന് ഗ്രാഫിൻ്റെ കാര്യത്തിലും മറ്റൊന്ന് ഡയഗ്രത്തിനായിരുന്നു. ചില ഗ്രാഫ് കാണുമ്പോൾ തോന്നും ഇതല്ല ഇപ്പം ഞാൻ നേരത്തെ പഠിച്ചത്, ആണേ ഇത് തന്നെയാണ് ഞാൻ പഠിച്ചത്. പക്ഷേ അപ്പോൾ കാണുന്നത് അല്ല, ഇതെല്ലാം എന്തോ ഒരു മാറ്റമുണ്ട്. പിന്നെ തോന്നും ഈ ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനെ വരച്ച് കറക്റ്റാണോ? ഇനി ചിലപ്പോൾ ചില ഡയഗ്രാംസ് കാണുമ്പോൾ തോന്നും ഈ ഡയഗ്രാംസ് ഇങ്ങനെയാണ് നമ്മൾ വരക്കേണ്ടത്. ഈ ഒരു കൺഫ്യൂഷനാണ് മെയിനായിട്ട് പരീക്ഷ ഹാളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽസ് ആണ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ള കുറച്ച് ഗണിത ക്രിയകൾ, മാത്സിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യേണ്ട കാൽക്കുലേറ്റർ യൂസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ വരും. ഇത്രയും കാര്യങ്ങൾ നോക്കി ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഈ 5 കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് മൈക്രോ ടഫായിട്ട് മാറുന്നത്. ഇനി അടുത്ത കാര്യങ്ങൾ മാക്രോൻ്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ മാക്രോയിൽ ആദ്യത്തെ കേസ് പഠിക്കുകയാണെങ്കിൽ മാക്രോയിൽ കുറേ മോഡൽസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് 2 സെക്ടർ മോഡൽ, 3 സെക്ടർ മോഡൽ, 4 സെക്ടർ മോഡൽ, ഇൻകം ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ പഠിക്കാനുണ്ട്. ഇത് പഠിച്ചു വരുമ്പോൾ എന്താ കുഴപ്പം, ഇത് ചെറിയ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഒരു ഡ്രോപ്പ് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഒരു കയ്പുള്ള മരുന്ന് തരുന്നു. അത് നിങ്ങൾ വലിയ കുഴപ്പമില്ലാതെ കുടിക്കും. പിന്നെ അത് 2 ഡ്രോപ്പാവും, 3 ഡ്രോപ്പാവും, ഒരു 10 ഡ്രോപ്പായി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നിങ്ങൾക്ക് കയ്പുള്ള മരുന്നാണ്, കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്ക് നിങ്ങളെത്തും. അതേപോലെയാണ് ഈ മൈക്രോയിൽ പറഞ്ഞ പോലെ മാക്രോയിൽ വരുന്നത്. ആദ്യം ചെറുതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വലുതിലേക്കാണ് പോകുമ്പം നമ്മുടെ തല ഇങ്ങനെ പെരുത്തരും. അതാണ് കോംപ്ലക്സ് മോഡലാണെന്നുള്ള കാര്യം കൊണ്ട് പറഞ്ഞത്. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഡെറിവേഷൻസ് ഉണ്ട്. അതായത് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദേശീയ വരുമാനം കണക്കാക്കൽ ഒരുപക്ഷെ ചിലവരിപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ചിലവർ പഠിക്കുന്നുണ്ടാവില്ല. എന്തായാലും ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് ഇക്വേഷൻസ്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇക്വേഷൻസ് എഴുതി ഉണ്ടാക്കാനൊക്കെ നമുക്കുണ്ട്. മിക്കവാറും പേർക്കും ഇപ്പോഴും അറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമല്ല കേട്ടോ, നോക്കിക്കോ. അതായത് നമ്മുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ സമം എന്നാണ് കൊടുക്കേണ്ടത് അതോ ഐഡൻറ്റിക്കൽ എന്നാണ് കൊടുക്കേണ്ടതിൻ്റെ കാര്യം ഇപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്. ഇതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് വീഡിയോ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ അടുത്ത കാര്യം നമ്മൾ പറഞ്ഞു വെച്ചത് ഈ പറഞ്ഞ ഡെറിവേഷൻസ് പറഞ്ഞല്ലോ, ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അടുത്ത കാര്യം എന്താ, പ്രോബ്ലംസും കാൽക്കുലേഷൻസും. മാക്രോയിൽ കൂടുതൽ നമുക്ക് തിയറികളായിട്ട് തോന്നും, പക്ഷേ ആ തിയറികൾ വെച്ചിട്ട് എന്ത് ചെയ്യും പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക, കോവിഡ് സമയത്തല്ലാത്ത അതിൻ്റെ മുൻപോ ശേഷമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തു പോയിക്കോ. അതിന് കാൽക്കുലേഷൻ ചെയ്യും. നമ്മളെങ്ങനെ പറഞ്ഞിരിക്കുന്ന ക്ഷണ്ണ എന്നൊക്കെ പറയില്ലേ, ആ അക്ഷരങ്ങൾ വരപ്പിക്കുന്ന രീതിയിലുള്ള കാൽക്കുലേഷൻ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ തിയറി പഠിച്ചു കഴിഞ്ഞാലേ അത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കാൻ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ പോയിട്ട് സ്വിച്ച് ഇടും അല്ലേ. ടി വി പോലെ ഇത് ഓണായി വരുമോ? ഇല്ല. കമ്പ്യൂട്ടർ ഓണാക്കണമെങ്കിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നമ്മൾ പവർ ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് UPSും CPU ഒക്കെ ഓണാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് കൊടുത്ത് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞിട്ടേ കമ്പ്യൂട്ടർ ഓൺ ആവുള്ളൂ. അത് നിങ്ങൾ ആദ്യമേ പഠിച്ചു വെച്ച തിയറിയാണ്. അതുപോലെ മൊബൈൽ ഫോൺ ഓൺ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എന്താണ്, ആ പറഞ്ഞ ലോക്ക് ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലോക്ക് തുറക്കുമോ? ഇല്ല. ലോക്ക് ഞെക്കി കഴിഞ്ഞാൽ നമ്മളവിടെ പാസ്വേഡോ അല്ലെങ്കിൽ ഫേസ് ലോക്കോ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാകും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കതിൽ യൂട്യൂബ് വേണമെന്ന് വിചാരിക്കാം. നമ്മൾ ആ യൂട്യൂബ് എന്ന് പറഞ്ഞ ഐക്കണിൽ പോയിട്ട് യൂട്യൂബിൽ നമുക്ക് എന്താണ് വേണ്ടത് സെർച്ച് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. പരീക്ഷയ്ക്ക് നമുക്ക് എഴുതിയൊക്കെ പറ്റും. പക്ഷേ റിയൽ ലൈഫിൽ നമുക്കൊരു ഈ ഫോൺ ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് ഇത് അറിയില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുള്ളൂ. നിങ്ങളോട് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതേപോലെയാണ് ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾ. തിയറി നമ്മൾ പഠിക്കും, പക്ഷേ അതിൻ്റെ കാൽക്കുലേഷൻസ് പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഓക്കെ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ന്യൂമറിക്കൽസും അതിൻ്റെ തിയറീസും. നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ ലാസ്റ്റ് വൺ ഫോർമുല ആൻഡ് ഇക്വേഷൻസ്. ഒരുപാട് ഫോർമുലയും ഇക്വേഷൻസ് ഉണ്ട്. അതായത് പറയുന്നത് ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തന്നെ 3 രീതികൾ പറയുന്നുണ്ട്. അതിൽ 3 രീതികളാണ് പറയുന്നത്. ആ 3 തരത്തിലുള്ള ഇക്വേഷനാണ് പറയുന്നത്. ആ ഇക്വേഷൻ തന്നെ ഈക്വൽ ചിഹ്നമുണ്ട്, ഐഡൻറ്റിക്കൽ ചിഹ്നമുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തമ്മിൽ എന്ത് ചെയ്യും, വ്യത്യാസങ്ങൾ ഇങ്ങനെ വരും. ഇതിങ്ങനെ സ്വാഭാവികമായിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എക്കണോമിക്സ് പറഞ്ഞ സബ്ജക്റ്റ് ബൈ ഹാർട്ട് ലേണിംഗ് ആണ് ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി അത് അവസാനിപ്പിക്കുക. ഇവിടെ യാതൊരുവിധ ബൈ ഹാർട്ട് ലേണിംഗ് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല. ഒരു പക്ഷേ ഇന്ന് പോലും ഞാൻ പറയില്ല നിങ്ങൾ പാസ്സാവില്ല. കാണാപ്പാഠം പഠിച്ചിട്ട് എക്കണോമിക്സ് പറഞ്ഞ സബ്ജക്റ്റ് ജയിക്കാൻ പറ്റില്ല. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ +2 എക്കണോമിക്സ് അല്ലെങ്കിൽ +1 എക്കണോമിക്സ് മുൻപ് പഠിച്ചിട്ടുള്ള ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് പോയിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ
നടക്കാത്ത കാര്യമാണ്. കാണാപ്പാഠം പഠിക്കുക അവിടെ ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ലേണിംഗ് ത്രൂ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കി പഠിക്കുക അല്ലേ. ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് പാട്ട് പഠിക്കുന്ന ഒരാൾ, ഓക്കെ, ഒരാൾ പാട്ട് പഠിക്കണമെന്ന് വിചാരിക്കുക. പാട്ട് പഠിക്കാൻ നമുക്ക് എന്താണ് സാരി ഗ മ പ സാരി ഗ മ പ എന്ന് മാത്രമേ നമുക്കുള്ളൂ. പക്ഷെ അതിൽ ഓരോ സാരി ഗ മ പ എന്ന് പറയുമ്പം അതിൽ ഓരോന്നിലും ശ്രുതിയും താളം ഈണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചൊരാൾക്ക് എന്ത് ചെയ്യും, ആ പാട്ട് നന്നായിട്ട് പാടാൻ പറ്റും. നമ്മൾ പാടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒരുപാട് ലെവലിലേക്ക് ഇങ്ങനെ പോകും. അവർ പാടുകയാണെങ്കിൽ അത് കറക്റ്റ് ഒരു ലെവലിൽ ഇങ്ങനെ പോകും. അതാണ് വ്യത്യാസം. അതുപോലെയാണ് പറഞ്ഞത്, ഇത് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, +2 എക്കണോമിക്സ് എന്നല്ല, എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറ, എക്കണോമിക്സ് ടഫ് ആവാനുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത്, ഇത് ടഫാണെന്ന് വിചാരിച്ചിട്ട് നമുക്കിത് പഠിക്കാതിരിക്കാൻ പറ്റുമോ? എക്കണോമിക്സ് എന്തായാലും ടഫാണ്, ഓക്കെ, ടഫാണ്. അതുകൊണ്ട് കേരളത്തിൽ 31% കുട്ടികളും തോറ്റ വിഷയമാണ്. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് തോറ്റോട്ടെ, കുഴപ്പമില്ല, ഞാനും തോറ്റോട്ടെ, കാരണം 31% കുട്ടികൾ തോക്കുന്നില്ലേ, അതുകൊണ്ട് ഞാനും തോറ്റോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടഫാണെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം ഗവൺമെൻറ് എന്തായാലും സിലബസ് ഒന്നും ഒഴിവാക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ റിയൽ ലൈഫിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ടഫായിട്ടുള്ള ഈ ഒരു സംഭവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഈസി ആയിട്ടും സിമ്പിളായിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റും. എങ്ങനെ അറിയോ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് അത് നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, സിമ്പിളായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതി, പഠിക്കുന്ന രീതിയും അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അഥവാ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. നിങ്ങളെ ഞാൻ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ഉണ്ടല്ല, ഞാനിത് പറയുന്നത് വേറെ ഒന്നുമല്ല, വെറുതെ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഒന്നും പറയുന്നതല്ല. കൃത്യമായിട്ട് ഞാൻ അനലൈസ് ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കഴിഞ്ഞ 5 വർഷം 2021 മുതൽ ഈ പറയുന്ന ഫീൽഡിൽ നിൽക്കുന്ന ആൾ, 5 വർഷമായിട്ട് ഞാൻ ഈ പറയുന്ന മേഖലയിൽ നിൽക്കുന്ന ആളാണ്. ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ പഠിക്കണം, പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കണം, കോൺസെപ്റ്റ് പഠിക്കാൻ എങ്ങനെ പഠിക്കണം, ഇതെങ്ങനെ മനസ്സിലാക്കണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം ഞാൻ വില്ലിങ്ങാണ്. അതിന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്ന സംഭവം ഇത്രയേ ഉള്ളൂ. എഡ്യൂബോർഡിൻ്റെ ലേണിംഗ് പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അതിനു വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം, ഇപ്പോഴും ഞാൻ പറയുന്നത്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം. ഇനി നിങ്ങൾക്ക് ഞാൻ പറയുന്നതൊക്കെ സത്യസന്ധമാണോ അല്ലെങ്കിൽ വിശ്വാസം വരുന്നില്ലേ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നും വേണ്ട, ഈ പറഞ്ഞ എഡ്യൂബോർഡിൻ്റെ ചാനൽ ഒന്നും നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്കറിയുന്ന +2 മുൻപ് പഠിച്ച പാസ് ഔട്ടായ ആൾക്കാരുണ്ടാവും അല്ലേ, പാസ് ഔട്ടായ ആൾക്കാരുണ്ടാവും, അവരോട് ചോദിച്ചു നോക്കും. എടാ സൽസബിൻ സാർ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, മൂപ്പര് എക്കണോമിക്സ് ആണ് പഠിപ്പിക്കൽ, മൂപ്പര് പഠിപ്പിക്കണ എങ്ങനെയാണ് അവസ്ഥ, എന്താണ് എൻ്റെ അവസ്ഥ, ഈ ഒന്ന് പറഞ്ഞ അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ എന്താടാ എന്താടാ ഈ പറഞ്ഞ സാറ് പറയുന്നത്, എടാ നീ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കും. ഈ പറഞ്ഞ മൂപ്പര് പറഞ്ഞ കാര്യമാണ് സത്യസന്ധമാണോ, അല്ലെങ്കിൽ മൂപ്പര് എങ്ങനെയാണ് ഈ സബ്ജക്റ്റിന് മൂപ്പരെ കൊണ്ടത് കഴിയുമോ, നമുക്കിത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം മാത്രം അവരോട് ചോദിച്ചു നോക്കും. അവർ മാത്രം പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടല്ലോ, അവരുടെ ഒപ്പീനിയൻ നിങ്ങളെടുത്തോ, അവരുടെ ഒപ്പീനിയൻ എടുത്തിട്ട് നിങ്ങൾ ചോദിച്ചു നോക്ക്. അപ്പോൾ അവർ പറഞ്ഞുതരും എന്താ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞുതരും. അവർ എന്നെക്കുറിച്ചും പറഞ്ഞുതരും, നമ്മുടെ എക്കണോമിക്സിനെ കുറിച്ചും പറഞ്ഞുതരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് അത് അറിയെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് എന്തെങ്കിലും വിധത്തിലുള്ള സഹായങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് എൻക്വയറി ചെയ്യാം കേട്ടോ. എവിടെ എൻക്വയറി ഉണ്ട്, ഇറ്റ്സ് മീ സൽസബിൻ എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ സജീവമായിരിക്കും മിക്കവാറും, ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു അക്കൗണ്ടിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ കോൺടാക്ട് ചെയ്യാൻ എന്നോട് ചോദിക്കാം. അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ എക്കണോമിക്സ് ടഫാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടും സിമ്പിളായിട്ട് പഠിക്കാൻ ഞാൻ നിങ്ങളെല്ലാ വിധത്തിലും സഹായിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ടഫാണെന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്നതിൽ നിന്നും മോസ്റ്റ് സെലക്റ്റഡ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് നമ്മുടെ എക്കണോമിക്സ് മാറണം. ഇത് ഞാൻ പറഞ്ഞ വേറെ ഒന്നും കൊണ്ടല്ല, ഈ എക്കണോമിക്സ് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് +2 ഒരുപാട് ബുദ്ധിമുട്ടിയതിന് ശേഷം, ഈ +2 പഠിക്കുന്ന സമയത്ത് അതിന് ശേഷം പിന്നെ നമ്മുടെ കൂടെ കൂടിയിട്ട് എൻ്റെ കൂടെ എന്താ പറയുക, എൻ്റെ കീഴിലെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കൂടെ നിന്ന് പഠിച്ച എൻ്റെ കുട്ടികളുണ്ടായിരുന്നു. അവരൊരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, അത് പ്രിഫർ ചെയ്തതിന് ശേഷം ഇവർ ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അഥവാ അവരുടെ ഡിഗ്രി ആയിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ എക്കണോമിക്സ് സെലക്ട് ചെയ്ത ആൾക്കാരുണ്ട്. അവർ പറഞ്ഞ കാരണങ്ങൾ, ഒന്ന് പറഞ്ഞ് സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം വന്നതും, രണ്ടാമത് പറഞ്ഞത് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം വന്നിട്ട് അങ്ങനെ എടുത്താണെന്ന് പറഞ്ഞത്. അപ്പം ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ BA എക്കണോമിക്സ് അല്ലെങ്കിൽ BSc എക്കണോമിക്സ് ഒക്കെ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഒരുപാട് സന്തോഷം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പങ്കുവെക്കുന്ന വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, എഡ്യൂബോട്ടിനെ വിശ്വസിക്കാം. കാരണം നമ്മുടെ കയ്യിൽ കഴിവുണ്ട്, നമ്മുടെ കയ്യിൽ മരുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് തരാൻ പറ്റും. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യാം, കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചാനലും അതുപോലെ നമ്മുടെ എഡ്യൂബോട്ടിൻ്റെ യൂട്യൂബ് ചാനലും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ സൈനിങ് ഔട്ട് ഫ്രം എഡ്യൂബോട്ട്. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.